ശ്രീ ആർ വി ബാബു, കഴിഞ്ഞ മണ്ഡലകാലത്തിലെല്ലാം ഭദ്രമായിരുന്നു എന്നാണ് സതീഷ് വസന്ത് അവകാശപ്പെടുന്നത്. കഴിഞ്ഞ തുലാമാസ പൂജയ്ക്ക് നട തുറന്നപ്പോൾ നമ്മൾ കണ്ട കാഴ്ച, എത്രയോ മണിക്കൂർ ജനം ടി വി രാത്രി ഈ കുഞ്ഞയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും വൃദ്ധരായ അയ്യപ്പന്മാരും ഉൾപ്പെടെ മഴയിൽ, കൊടും മഴയിൽ മഴ നനഞ്ഞു നിന്നുകൊണ്ട് എത്രയോ മണിക്കൂറുകൾ അവർക്കൊന്ന് കയറി നിൽക്കാൻ പോലും സാധ്യമല്ലാത്ത ഒരു അവസ്ഥ ജനം ടി വി മാത്രമാണ് അത് പുറത്തു കൊണ്ടുവന്നത്. എത്രയോ ഭയാനകമായിരുന്നു. ഒരു തരത്തിൽ ഒരു സ്റ്റാമ്പേഡ് ഉണ്ടാകുന്ന രീതിയിൽ പോലും അവിടെ സാഹചര്യങ്ങൾ എത്തുന്ന ദൃശ്യങ്ങൾ തുലാമാസ പൂജയ്ക്ക് നട തുറന്നപ്പോൾ നമ്മൾ കണ്ടതല്ലേ ശ്രീ ആർ വി ബാബു? ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി അങ്ങേറ്റം പരിഹാസ്യമായ രീതിയിൽ ന്യായീകരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം അദ്ദേഹത്തിന്റെ ചുമതലയാണ് ഇത്തരം കാര്യങ്ങളെ എത്ര പരിഹാസ്യമായിട്ടാണെങ്കിലും നാണം കെട്ടും അതിന് ന്യായീകരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. കഴിഞ്ഞ തവണത്തെ ദർശനം വളരെ സുഗമമായിരുന്നു എന്നാണ് അദ്ദേഹം ഇവിടെ സ്ഥാപിക്കുന്നത്. എങ്ങനെയാണ് സുഗമമായി തീർന്നത് എന്ന് അദ്ദേഹത്തിന് അറിയില്ലേ? അദ്ദേഹം കഴിഞ്ഞ വർഷത്തെ ആ പത്ര റിപ്പോർട്ടുകളും വാർത്തകളൊക്കെ ഒന്ന് എടുത്തു നോക്കണം. ഹൈക്കോടതി നിരന്തരമായി ശാസിച്ചുകൊണ്ട്, നിരന്തരമായി ഇടപെട്ടുകൊണ്ട് വലിയ തോതിൽ ഭക്തജനങ്ങളുടെ പ്രതിഷേധം, ഭക്തജന സംഘടനകളുടെ പ്രതിഷേധങ്ങൾ ഉയർത്തി ഒടുവിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനും ശക്തമായി ഇടപെടേണ്ടി വന്നു. അങ്ങനെ അവസാന നാളുകളിൽ ഈ വെർച്വൽ ക്യൂ സംവിധാനത്തിന് ഒരു ധാരണയുണ്ട്. ആദ്യം എന്തായിരുന്നു പറഞ്ഞത്? ഒരു 70,000 പേരിൽ കൂടുതൽ ദർശനത്തിന് സാധ്യമല്ല. അന്ന് ഭക്തജനങ്ങൾ ബഹളമുണ്ടാക്കി, വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തി, സംഘടനകൾ പ്രതിഷേധിച്ചു. അങ്ങനെ ഒടുവിൽ ഭക്തജനങ്ങളുടെയും സംഘടനകളുടെയും ഇടപെടലിനെ തുടർന്ന് കോടതിയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് സർക്കാർ ദേവസ്വം ബോർഡിന് ചില ആക്ഷൻ എടുക്കേണ്ടി വന്നു. അതാണ് ഇവിടെ വലിയ മഹത്തായ കാര്യമായിട്ട് ഈ സതീഷ് ബാബു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തെ സംവിധാനവും അങ്ങേയറ്റം താറുമാറായിരുന്നു. കോടതികൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ ശബരിമല ദർശനം അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ ഭക്തജനങ്ങൾക്ക് തീരാ ദുരിതം മാത്രമേ സമ്മാനിക്കുമായിരുന്നുള്ളൂ. അപ്പോ ഇത് ഒരു കാര്യം. 2, അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലെ കോൺട്രഡിക്ഷൻ എന്താണെന്ന് നോക്കൂ. അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞു തീർത്ഥാടകർ വന്നു തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ, എന്ത് പ്രശ്നം എന്ന്. ഇപ്പൊ നിങ്ങൾ നിലയ്ക്കലിലെ ദൃശ്യങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ അവിടെ കെട്ടിക്കിടക്കുന്നു, ഭക്തജനങ്ങൾ ബസ് കാത്തു നിൽക്കുന്നു, അത്തരം കാര്യങ്ങൾ വരുമ്പോൾ അത് ഭക്തജനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് എടുക്കുന്ന ചില നിയന്ത്രണങ്ങളാണ്. അത് ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോ ഇത് രണ്ടും കൂടി എങ്ങനെ ശരിയാവുക? ഭക്തജനങ്ങൾ വരുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ഭക്തജനങ്ങളെ നിയന്ത്രിക്കാൻ പോലീസ് എടുക്കുന്ന നിയന്ത്രണങ്ങളാണ് എന്ന് പറയുന്നു. ഇത് രണ്ടും കൂടി എങ്ങനെ യോജിക്കുക? അപ്പോ ഇതിനെയൊക്കെ ന്യായീകരിക്കണം. വസ്തുത എന്താണ്? വസ്തുത ഇപ്പൊ ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് 2 ദിവസമേ ആയിട്ടുള്ളൂ ചാർജ് എടുത്തിട്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചാർജ് എടുത്തിട്ടേ പറ്റുള്ളൂ ഈ പറയുന്ന മുന്നൊരുക്കങ്ങൾ നടത്താൻ. വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാരില്ലേ, കമ്മീഷണർമാരില്ലേ, സ്പെഷ്യൽ കമ്മീഷണർ ഇല്ലേ, അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് ഇല്ലേ, സർക്കാർ വകുപ്പുകളില്ലേ, ഈ ദേവസ്വം മന്ത്രി ഇല്ലേ? ഈ കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് മുന്നൊരുക്കങ്ങൾ നടത്താൻ പരാജയപ്പെടുന്നത്? ഈ സതീഷ് ബാബു ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഈ 60 ദിവസത്തെ ശബരിമല തീർത്ഥാടനം കൊണ്ടാണ് സർക്കാർ കഞ്ഞി കുടിച്ചു പോകുന്നതെന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഈ 60 ദിവസത്തെ തീർത്ഥാടന കാലത്ത് സർക്കാരിന് കിട്ടുന്ന നികുതി പണം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈ തീർത്ഥാടകന്മാര് അടിക്കുന്ന 1 ലിറ്റർ പെട്രോളിന് നിങ്ങൾക്ക് കിട്ടുന്ന പണം എത്രയാണെന്ന് അറിയാമോ? 24 26 രൂപയാണ് 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ സർക്കാരിന്റെ ഖജനാവിലേക്ക് വരുന്നത്. ഓരോ തീർത്ഥാടകനും ചെലവാക്കുന്ന ഓരോ പൈസയുടെയും ടാക്സ് ഈ സർക്കാരിന്റെ ഖജനാവിലേക്ക് ഒഴുകിയെത്തുന്നു എന്ന് അറിയാമോ നിങ്ങൾക്ക്? അങ്ങനെ സർക്കാരിന്റെ ഖജനാവിലേക്ക് ഈ 60 ദിവസത്തെ തീർത്ഥാടകരിൽ നിന്നും ആയിരക്കണക്കിന് കോടി രൂപ. നിങ്ങളുടെ നേതാവ് പഴയ ദേവസ്വം മന്ത്രി ജി സുധാകരൻ 2006-ൽ ഈ ദേവസ്വം ജീവനക്കാരുടെ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് ഈ 60 ദിവസത്തെ തീർത്ഥാടനം കൊണ്ട് സർക്കാരിന്റെ ഖജനാവിലേക്ക് നികുതി ഇനത്തിൽ വന്ന് ഒഴുകിയെത്തുന്നത് 10,000 കോടിയോളം രൂപയാണ് എന്നാണ്. ഈ കാര്യം നിങ്ങൾക്കറിയാമോ? അപ്പൊ നിങ്ങൾ എന്നിട്ട് ഈ കോടിക്കണക്കിന് കോടാനുകോടി രൂപ സർക്കാരിന്റെ ഖജനാവിലേക്ക് ഒഴുകിയെത്തുന്ന ഈ സംരംഭത്തോട് സർക്കാർ കാണിക്കുന്ന ഉദാസീനത, അനാസ്ഥ എത്ര ഭീകരമാണ്! ശബരിമല തീർത്ഥാടകരെ നിങ്ങൾ മൃഗങ്ങളെ പോലെ ട്രീറ്റ് ചെയ്യുന്നു. അവരെ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും അടക്കമുള്ള പോലീസുകാരെ അവിടെ ഇപ്പൊ കൊണ്ടുവരും. ആ പോലീസുകാരൊക്കെ അയ്യപ്പന്മാരെ കാണിക്കുന്നത് എത്ര നിർദ്ദയമായിട്ടാണ്. അവരെ മർദ്ദിക്കുന്നു. അവരെ തിരക്ക് നിയന്ത്രിക്കാനാണെന്നുള്ള പേരിൽ അവരോട് കാണിക്കുന്ന മര്യാദയില്ലായ്മ, ധാർഷ്ട്യം, ധിക്കാരം വളരെ ഗുരുതരമായ രീതിയിൽ അതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ. ഇതെല്ലാം ആവർത്തിക്കപ്പെടുകയാണ്.
അപ്പോ ഞാൻ പറഞ്ഞത് ശബരിമല തീർത്ഥാടനത്തിന്റെ കാര്യത്തിൽ സർക്കാർ നടത്തേണ്ട മുന്നൊരുക്കങ്ങൾ, സർക്കാരിന് കിട്ടേണ്ട വരുമാനം വളരെ കൂടുതലായിട്ട് പോലും, വളരെ വലിയ തോതിൽ, എന്നിട്ട് അതിൽ നിന്ന് 100 കോടിയോ 50 കോടിയോ ഈ പറയുന്ന രീതിയിൽ റോഡ് വികസനത്തിനോ മറ്റെന്തെങ്കിലോ മുടക്കിയാൽ ഞങ്ങള് ദേവസ്വത്തിന് അങ്ങോട്ട് പണം കൊടുക്കുന്നു, ശബരിമലയുടെ കാര്യത്തിൽ അങ്ങോട്ട് പണം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് വലിയ വായിലെ വിളിച്ചു പറയുന്നതാണ് മുഖ്യമന്ത്രി അടക്കം. യഥാർത്ഥത്തിൽ ഈ തീർത്ഥാടന കാലത്ത് സർക്കാരിന് കിട്ടുന്ന വരുമാനത്തെ കുറിച്ച് ഇവരാരെങ്കിലും മിണ്ടാറുണ്ടോ? സർക്കാരിന് നികുതി ഇനത്തിൽ കിട്ടുന്ന കോടാനുകോടി രൂപയെ കുറിച്ച് ആരെങ്കിലും ഉണ്ടോ? സർക്കാർ ഭരിച്ചാലും. ഇവിടെ ശ്രീകുമാർ പറയുണ്ടായി ഞങ്ങൾ അയ്യപ്പ സംഗമം നടത്തിയത്, ഭക്തജന സംഗമം നടത്തിയത് അനാവശ്യമായിരുന്നു എന്ന്. ആ ഭക്തജന സംഗമത്തെ ഭക്തജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി എന്നുള്ളതല്ല അതിന്റെ വിജയം കാണിച്ചത്. ഭക്തജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയില്ലേ? അത് അയ്യപ്പ സംഗമത്തിനേക്കാൾ വലിയ തോതിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റുകയും ഭക്തജനങ്ങൾ അതിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ ഉന്നയിച്ച വിഷയം അത് രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ഭക്തജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, വിശ്വാസികളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഞങ്ങളാണ് ആ വിഷയം അഡ്രസ് ചെയ്തത് എന്നുള്ളത് കൊണ്ട് ഞങ്ങളോടൊപ്പം അണിനിരക്കാൻ വിശ്വാസികൾ തയ്യാറായി, ഞങ്ങളോടൊപ്പം വരാൻ വിശ്വാസികൾ തയ്യാറായി. അതിനുശേഷമാണ് അപ്പൊ കഴിഞ്ഞ ദിവസം നവംബർ 12-ാം തീയതി എറണാകുളത്ത് ഞങ്ങൾ ടെമ്പിൾ പാർലമെന്റ് നടത്തി. ആ ടെമ്പിൾ പാർലമെന്റിലും ഒഴുകിയെത്തത് ആയിരങ്ങളാണ്. എന്റെ കാരണം എന്താണ്? വിശ്വാസികളുടെ വിഷയം ഏറ്റെടുക്കാനും വിശ്വാസത്തോടൊപ്പം നിലനിൽക്കാനും തയ്യാറായിട്ടുള്ളത് കേരളത്തിലെ ഹൈന്ദവ സംഘടനകളാണ്. ഇവിടെ ആര് ഭരിച്ചാലും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം ഭരിക്കുമ്പോഴും ദേവസ്വം ബോർഡുകളുടെ സ്ഥിതി ഇതാണ്. ഇപ്പോ CPM-ന്റെ നേതാക്കന്മാര് ജയിലിലായതിനെ കുറിച്ച് ശ്രീകുമാർ പറഞ്ഞു. CPM നേതാക്കന്മാര് മാത്രമല്ല, ജയിലിലായത് വിജിലൻസ് കഴിഞ്ഞ 2019-20 കാലത്ത് ജയിലിലായ ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് VS ജയകുമാർ എന്നാണ്. ആരാണ് ജയകുമാർ എന്ന് അറിയാമോ ശ്രീകുമാറിന്? അദ്ദേഹം VS ശിവകുമാറിന്റെ അനുജനാ. അവിടെ പാത്രം അഴിമതി നടത്തിയതിന് 1,87 ലക്ഷം രൂപയുടെ തട്ടിപ്പിന് വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യപ്പെടുകയും ജയിലിലാകുകയും ചെയ്ത അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് ആര് ഭരിച്ചാലും, ആരുടെ ഭരണകാലത്തായാലും ഈ ദേവസ്വം ബോർഡുകൾ ഇതേപോലെ കറവപ്പശുകളായിട്ട്, ഈജിയൻ തൊഴുത്തുകളായിട്ട്, രാഷ്ട്രീയക്കാരുടെ തിണ്ണമിടക്ക് കാണിക്കാനുള്ള ഒരു സ്ഥലമായിട്ട് മാത്രം അധപ്പതിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവാറുള്ളത്. അത് ആര് ഭരിച്ചായാലും ശരി. ഒരു നടപടിയും ജയകുമാറിനെതിരെ പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഉണ്ടായില്ല. ഇതൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയത്തിന് അതീതമായി വിശ്വാസത്തോടൊപ്പം ക്ഷേത്രങ്ങളുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ക്ഷേത്രങ്ങളെ ഏതു നിലയ്ക്കാണ് CPM ഉപയോഗിക്കാൻ ശ്രമിച്ചത്? ക്ഷേത്ര കമ്മിറ്റികൾ പിടിച്ചടക്കി, അവിടെ ഭക്തജന സംഘടനകൾ ഒഴിവാക്കി. ഇപ്പൊ തന്നെ സതീഷ് ബാബുവിന് അറിയോ അന്നദാനം നടത്തുന്നതാരാ? ദേവസ്വം ബോർഡ്. അവിടെ നടത്തിക്കൊണ്ടിരുന്നതാരാ? ഈ ഭക്തജന സംഘടനകളല്ലേ. എന്തിനാ അവരവിടെ നിന്ന് പുറത്താക്കിയത്? എന്നിട്ട് അതിന്റെ കണക്ക് ഓഡിറ്റ് റിപ്പോർട്ടിൽ കാണിക്കുന്നത് എന്താ? അത് ശരിക്കും അന്നദാന ഫണ്ട് എന്ന് പറഞ്ഞൊരു വേറൊരു ഫണ്ട് ഉണ്ട് അവിടെ. ആ ഫണ്ടിൽ നിന്ന് ചെലവാക്കിയത് എന്ന് എഴുതുന്നതിന് പകരം ദേവസ്വം ഫണ്ടിൽ നിന്ന് ചെലവാക്കിയതായിട്ട് എഴുതി. അപ്പൊ അന്നദാന ഫണ്ട് ആരടിച്ചു മാറ്റി? ഇതെല്ലാം ഓഡിറ്റ് റിപ്പോർട്ടുള്ള കാര്യമാണ്. 2020-21 ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഓഡിറ്റ് റിപ്പോർട്ട് അതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഓഡിറ്റ് റിപ്പോർട്ട് ഇല്ല. ഓഡിറ്റ് നടന്നിട്ടില്ല, ഓഡിറ്റ് നടക്കാറില്ലെന്ന്. ഇവരെല്ലാം തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങേറ്റം അഴിമതിയാണ്. ഓഡിറ്റ് റിപ്പോർട്ട്, പുറത്തു വന്ന ഓഡിറ്റ് റിപ്പോർട്ടോ അങ്ങേറ്റം ക്രമക്കേടുകളുടെ കൊള്ളയാണ്. അത് UDF ഭരിക്കുമ്പോഴായാലും LDF ഭരിക്കുമ്പോഴായാലും കോടികളുടെ അഴിമതിയാണ്. ഓഡിറ്റർമാർ തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളാണ്. അതിനിപ്പോ ഇവിടെ ഞാൻ കോടതിയുടെ ഇടപെടലിനെ ഒക്കെ ശ്ലാഘിക്കുമ്പോഴും കോടതിയുടെ അനാസ്ഥ ഈ കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ സാധ്യമല്ല. ഇപ്പൊ ശ്രീകുമാർ കോടതിയുടെ നടപടികളെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഓഡിറ്റ് റിപ്പോർട്ട് ആരുടെ നേതൃത്വത്തിൽ ഇറക്കുന്ന അറിയില്ല ശ്രീകുമാറെ. കേരളത്തിലെ ദേവസ്വം ബോർഡുകളുടെ ഓഡിറ്റ് നടക്കുന്നത് കോടതികളുടെ മോണിറ്ററിംഗിലാ. കോടതിക്ക് അറിയില്ലേ ഈ ഓഡിറ്റ് റിപ്പോർട്ടുകൾ മുഴുവൻ കള്ളമാണെന്നും കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ കാണിച്ചിരിക്കുന്ന അഴിമതികൾ, ക്രമക്കേടുകൾ, ഇതെല്ലാം ഓരോന്നായിട്ട് കോടതിയുടെ മുമ്പിലുണ്ടല്ലോ. കോടതി എന്താ പ്രതികരിക്കാതിരുന്നത്? കോടതി എന്താ ദേവസ്വം ബോർഡിനെ വിരൽ ചൂണ്ടാതിരുന്നത്? ഒരു കേസ് വരുമ്പോൾ ഗാലറിയുടെ കൈയടി നേടാൻ ചില കാര്യങ്ങൾ കോടതിയുടെ പരാമർശം ഉണ്ടാവുന്നത് ഒഴിച്ചാൽ ശക്തമായ നടപടികൾ കോടതിയിൽ ഇതിനു മുമ്പേ എടുത്തിരുന്നെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാമായിരുന്നല്ലോ. ഇതെല്ലാം ഞാൻ കോടതിയെ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് കോടതിയുടെ മറുവശങ്ങളുണ്ട്. ഇപ്പൊ സ്വർണ്ണക്കൊള്ള അടക്കം വന്നത് കോടതിയുടെ ഇടപെടൽ കൊണ്ടാണ് എന്ന് അംഗീകരിക്കുമ്പോൾ പോലും കോടതി യഥാസമയങ്ങളിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ ഇത്രയും ദുരവസ്ഥ ദേവസ്വം ബോർഡുകൾക്ക് ഉണ്ടാകുമായിരുന്നില്ല. ദേവസ്വം ബോർഡുകൾ ഇത്രയും കൊള്ളയ്ക്ക് വിധേയമാകുമായിരുന്നില്ല. ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി ദേവസ്വം ബോർഡുകൾക്ക് നഷ്ടപ്പെടുമായിരുന്നില്ല. ഇൻവെന്ററി ഇല്ല ക്ഷേത്രങ്ങൾക്ക്, രജിസ്റ്റർ ഇല്ല ക്ഷേത്രങ്ങൾക്ക്, വൗച്ചർ ഇല്ല, റെസീപ്റ്റ് ഇല്ല, ചെലവാക്കുന്നതിന് കണക്കില്ല, വരവിന് കണക്കില്ല. ഇതൊക്കെ ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ തെളിഞ്ഞ് കാണുകയാണ്.